ഹായ്, നമ്മളിന്ന് ചൂണ്ടിടാൻ വന്നാണേ. നമ്മുടെ വീടിൻ്റെ അത്ര ആറുണ്ട്, കോട്ടയത്താട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പൂവാലിപ്പാറലൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ചൊവ്വലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കിട്ടുമെന്ന് നോക്കണ്ട് വന്നു. നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് മീനില്ല കേട്ടോ. 2 ദിവസം മുമ്പ് നമ്മൾ മൂലവട്ടത്ത് കനാലിൽ പോയപ്പോഴത്തേക്ക് അവിടുന്ന് 2-3 മീനെ ഉടക്കോലിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ വറുത്ത് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്ന് ഇടാമെന്ന് ഓർത്താ കേട്ടോ. ഇവിടെ ഒത്തിരി മീൻ നിൽപ്പുണ്ടേ. ഇതിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് മീൻ നിൽക്കുന്നത്. അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഇട്ട് ഒരു മീൻ പോലും കൊത്തുന്നില്ലേ. ഇഷ്ടം പോലെ മീൻ നിൽപ്പുണ്ടോ കേട്ടോ. ഇന്ന വിലയെന്നറിയോ? നമുക്ക് ഇവിടുന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നേ. നമ്മൾ ഇവിടെ നിന്നാട്ടോ വലിയ മരിഞ്ഞേ കണ്ടത് രാത്രിക്ക്. പിന്നെ ഒരു ദിവസം നമുക്കിവിടെ രാത്രി വന്ന് ചൂണ്ടിടാവേ. നമ്മൾ മണ്ണേരെയും കൊടുത്ത് കുറേ നേരം ചൂണ്ടിട്ടിട്ട് മീനൊന്നും കിട്ടിയില്ലേ. അപ്പോൾ ഈ മീനെ പിടിക്കാനായിട്ട് വേറെ എന്താ തീറ്റയുണ്ടെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. നമ്മളിതിനെ ചൂണ്ടിട്ട് പിടിക്കാനാണ് നോക്കുന്നത്. വല കെട്ടാൻ നമുക്ക് റിസ്ക്കാണ്, അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ അത്യാവശ്യം മീനുണ്ട്. കൂരിലും വാളയും ആരകൻ മെലിഞ്ഞ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടോ ചെടി നിൽക്കുന്നത്. ഇത് ആനത്തകര അല്ലെങ്കിൽ ആറ്റുതകര എന്നൊക്കെ പറഞ്ഞ ചെടിയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റ് കണ്ടായിരുന്നേ. ഇത് ചുണങ്ങിനും പിന്നെ കുറേ ത്വക്ക് രോഗങ്ങൾക്കുള്ള മരുന്നാണെന്നും കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് മറ്റൊരു ദിവസം വന്നിവിടെ ചൂണ്ടിടണം.